കർഷക സമരം തടസ്സപ്പെടുത്തുന്ന നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. അഭിഭാഷകൻ ഉദയ് പ്രതാപ് സിംഗാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, അതിർത്തികളിൽ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ച കർഷകരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ നടപടികൾ കടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹർജി ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ. അഞ്ജന, നാളെയാണ് ദില്ലിയിലേക്ക് ചലോ ദില്ലി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കർഷകരുടെ ഒരു വലിയ സമരം നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗമായി പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കർഷകർ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ദില്ലിയിലെ അതിർത്തി പ്രദേശങ്ങളിലെ പൂർണ്ണമായും അടച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയും എല്ലാ നിലയും അവിടെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചും ഇന്റർനെറ്റ് വിലക്കിയ എല്ലാ നിലയും വളരെ വലിയ രീതിയിൽ തടസ്സങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവിടെ ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു ഹർജി ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അഭിഭാഷകനായ ഉദയ് പ്രതാപ് സിംഗ് ആണ് ഈ കർഷക സമരം തടസ്സപ്പെടുത്തുന്ന നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. സമാധാനപരമായാണ് ഈ കർഷകർ പ്രതിഷേധിക്കുന്നത്. മാത്രമല്ല, ഈ വിളകളുടെ താങ്ങുവില അടക്കമുള്ള കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണ്. മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങൾ അടച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയാണ്. ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇന്റർനെറ്റ് സംവിധാനം അടക്കമല്ലാതിനെയും തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിലക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ട ഈ ഒരു സമരത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കർഷക സമരത്തിൽ ഇന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ മന്ത്രിതല ചർച്ച ചണ്ഡീഗഡിൽ നടക്കുന്നത്. ചണ്ഡീഗഡിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർഷക നേതാവ് KV ബിജു അടക്കമുള്ള 22ഓളം നേതാക്കൾ കർഷകരുടെ പ്രതിനിധികളായി പങ്കെടുക്കുന്നുണ്ട്. പീയൂഷ് ഗോയൽ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഇന്നും ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ചണ്ഡീഗഡിൽ വെച്ച് വീണ്ടും ചർച്ച നടക്കുന്നത്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ നാളെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.